എങ്ങനെയാണ് നമ്മുടെ രാജ്യത്തിനകത്ത് തീവ്രവാദികൾ ഉണ്ടാകുന്നത്? എങ്ങനെയാണ് നമ്മുടെ രാജ്യത്തിനകത്ത് നമ്മുടെ രാജ്യത്തെ ഒറ്റുകൊടുക്കുന്ന ചാരന്മാരുണ്ടായി തീർന്നത്? വലിയ നമ്മൾ പഠിച്ചിരിക്കേണ്ട വളരെ വലിയൊരു വസ്തുതയാണത്. നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതി ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് പോകേണ്ട സമയത്ത് നമ്മുടെ രാജ്യത്തിനകത്ത് അന്യ രാജ്യത്തിൽ നിന്നുള്ള തീവ്രവാദികൾ നുഴഞ്ഞു കയറുകയും ചാരപ്രവർത്തനം നടത്തുകയൊക്കെ ചെയ്തിട്ടുള്ള വാർത്തകൾ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഇത്തരക്കാർ നമ്മുടെ രാജ്യത്തേക്ക് കയറാൻ ഇടവരുത്തിയ സാഹചര്യം എങ്ങനെയാണ്? എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ചാരപ്രവർത്തനം നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്? നിങ്ങളതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ഇത് ഭീതിജനകമായ ഒരു വസ്തുതയല്ലേ? ചാരന്മാരുണ്ടാകുക, നമ്മുടെ രാജ്യത്തിനകത്ത് ചാരന്മാരുണ്ടാകുക, നമ്മുടെ ആയുധശേഷിയെ, നമ്മുടെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളെ, നമ്മുടെ ചുറ്റുപാടുകളെ പറ്റി വിവരങ്ങൾ മറ്റു രാജ്യത്തേക്ക് കൊടുത്തിട്ടുള്ള ഒരു തീവ്രവാദ സംഘടനകളെ അല്ലെങ്കിൽ സംഘങ്ങളെ, മറ്റു രാജ്യത്തുള്ള പട്ടാളക്കാരെ നമ്മുടെ രഹസ്യങ്ങൾ ചോർത്തി അറിയിക്കുന്ന പ്രവർത്തനം നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ഇതിന് മുമ്പും പാകിസ്ഥാനിലെ ആക്രമണം ഉണ്ടായതിനു ശേഷവും നമ്മുടെ രാജ്യത്തിൻ്റെ സമാധാനം കെടുത്തി പാകിസ്ഥാൻ്റെ ആക്രമണം ഉണ്ടായതിന് ശേഷവും നമ്മുടെ രാജ്യത്തിനകത്ത് വളരെയധികം ചാരന്മാർ പിടിക്കപ്പെട്ടതായി കാണാനിട വന്നിട്ടുണ്ട്. എന്ത് തന്നെ പ്രവർത്തനമായാലും ഇത്തരം ചാരപ്രവർത്തനങ്ങൾ നടത്തുന്നവരെ, അവരുമായിട്ടുള്ള ചുറ്റുപാടുകളെ, ഇത്തരം ചാരപ്രവർത്തനം ഇനിയും നടത്തുന്നവരെ നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. കാരണം നമ്മുടെ സമാധാനം നഷ്ടപ്പെടുത്താൻ ആ ഒരു ചാരപ്രവർത്തനത്തിന് സാധിക്കുമെന്നുള്ളത് വളരെയേറെ ഗൗരവമായിട്ട് നമ്മൾ കാണേണ്ട ഒരു വസ്തുത തന്നെയാണ്. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ രാജ്യത്തിൻ്റെ അഖണ്ഡതയെ, രാജ്യത്തിൻ്റെ ഐക്യത്തിനെ, നമ്മുടെ സമാധാനത്തെയൊക്കെ തകർക്കുന്ന രൂപത്തിലാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നതായിട്ട് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പം അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ തുടർന്നാൽ ഇനിയും ഒരു ആക്രമണങ്ങൾ ഉണ്ടായേക്കാം, ഇനിയും നമ്മുടെ സമാധാന അന്തരീക്ഷം നഷ്ടപ്പെട്ടേക്കാം എന്നുള്ളത് ഗൗരവമേറിയ കാര്യമല്ലേ? ചാരന്മാരുണ്ടാകുന്നു. എന്താണ് അവർക്ക് ചാരപ്രവർത്തനം നടത്തിയാൽ കിട്ടുന്നത്? തുച്ഛമായി അവർക്ക് മുമ്പിൽ വരുന്ന നാണയത്തുട്ടുകൾക്ക് വേണ്ടി നമ്മുടെ രാജ്യത്തെ, നമ്മളെ ജനതയെ, ഇന്ത്യൻ മണ്ണിനെ ഒറ്റുകൊടുക്കുന്ന ഈ ചാരപ്രവർത്തനം ഒറ്റപ്പെടുത്തേണ്ടതാണ്. അങ്ങനെ ചാരപ്രവർത്തനം നടത്തിയവരെ അതിഭയാനകരമായ രീതിയിൽ അവർ ചാരപ്രവർത്തനം നടത്തുന്ന രാജ്യത്തേക്ക് തന്നെ അവരെ കയറ്റി വിടേണ്ടതാണ്. ഇന്ത്യൻ മണ്ണിൽ നിന്ന് തന്നെ വെട്ടിയിട്ട് അവരാർക്ക് വേണ്ടിയാണോ ചാരപ്രവർത്തനം നടത്തുന്നത് ആ മണ്ണിലേക്ക് അവരെ കടത്തി വിടണം. അവരവിടെ പോയിട്ടിരിക്കട്ടെ. ഇനി നമ്മുടെ രാജ്യ പൗരത്വം പോലും റദ്ദ് ചെയ്തിട്ട് ഇവിടുന്ന് ഒഴിവാക്കി വിടേണ്ടതാണ് എന്നുള്ളത് നാം മനസ്സിലാക്കണം. കാരണം അവരിനി തുടർന്നാൽ, അവരിപ്പോൾ ഇന്ത്യൻ നിയമപ്രകാരം അവർ ആ കേസിൽ ജാമ്യം എടുത്തു വരികയോ അല്ലെങ്കിൽ ആ കേസിനെ അവർ വാദിച്ച് ജയിക്കുകയൊക്കെ ചെയ്തിട്ട് തിരിച്ചു വരികയാണെങ്കിൽ അവർ വീണ്ടും ഇത്തരം പ്രവർത്തനങ്ങൾ തന്നെയല്ലേ ചെയ്യാറുണ്ടാകുക. അപ്പോൾ പണത്തിന് വേണ്ടി നമ്മുടെ രാജ്യത്തെ ഒറ്റുകൊടുക്കുന്നവരെ പിടികൂടി അവരെ ഇപ്പോൾ പിടികൂടുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. അവരെ മതമോ ജാതിയോ അവരുടെ വസ്ത്രമോ അലങ്കാരമോ ഒന്നും നമ്മുടെ മുമ്പിൽ വസ്തുതയല്ല. അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് മറ്റൊരു വിധത്തിൽ ചർച്ച ചെയ്യാം. അവർ നമ്മുടെ രാജ്യത്തെ ഒറ്റുകൊടുത്ത ഭീകരവാദികളും തീവ്രവാദികളുമാണ് എന്നുള്ളത് നാം മനസ്സിലാക്കണം. ഈ ഭീകരവാദിയേക്കാൾ ഗൗരവമുള്ളവരായിട്ടാണ് നമ്മളിവരെ മനസ്സിലാക്കേണ്ടത്. ഈ രാജ്യത്ത് നമ്മുടെ ഐക്യം തകർക്കണം എന്നുള്ളത് കൊണ്ടാണല്ലോ ചാരപ്രവർത്തനം നടത്തുന്നത്. അപ്പോൾ പണത്തിന് വേണ്ടി എന്തും ചെയ്യുന്ന തരത്തിലേക്ക് നമ്മുടെ നാട്ടിലെ പലരും ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു, നമ്മുടെ ചുറ്റുഭാഗത്ത് പലരും ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു,
നമ്മുടെ രാജ്യത്തിനകത്ത് പലരും ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. ഇത് അതീവ ഗൗരവമുള്ളത് തന്നെ. അവരെ പിടിക്കേണ്ടതുണ്ട്. ഇനിയും ഒട്ടനവധി പേരുണ്ടാവൂലേ? അതോ ഇത് മാത്രമാണോ? വളരെ ഗൗരവമുള്ള വിഷയമാണ്. കാരണം ഇത്തരം തീവ്രവാദികളെ സഹായിക്കുന്നവർ നമുക്ക് ചുറ്റുപാടിലുണ്ടെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ നാട്ടിലൊരു സമാധാന അന്തരീക്ഷം പുലരുക? കാരണം ഏത് നിമിഷവും തക്കം പാത്തിരിക്കുന്ന രഹസ്യവിവരങ്ങൾ കൈമാറി നമ്മുടെ രാജ്യത്തെ ആക്രമിക്കാൻ കൂട്ടുനിൽക്കുന്ന ഒരു സംഘം ഇതിനകത്തുണ്ടെങ്കിൽ അത് ഗൗരവമായിട്ട് കാണേണ്ടതാണ്. അത്തരം ആളുകളെ പിടികൂടി അതിന് തക്കതായ രീതിയിലുള്ള നിയമ നടപടികളൊക്കെ സ്വീകരിക്കേണ്ടത് അനിവാര്യതയാണ്. അപ്പോൾ ഏത് മതത്തിൻ്റെ പേരിലായാലും ഏത് ജാതിയുടെ പേരിലായാലും രാജ്യത്തെ ഒറ്റുകൊടുത്തുകൊണ്ടുള്ള മുന്നോട്ടുള്ള പോക്ക് അത് ശരിയായ നടപടിക്രമമല്ല. അത്തരം പ്രവർത്തനം ആര് നടത്തിയാലും ഏത് വിധേന നടത്തിയാലും രാജ്യത്തുള്ള പൗരന്മാരെന്നുള്ള നിലക്ക് നമ്മളതിനെ വളരെ ഗൗരവമായി കണ്ടുകൊണ്ട് തന്നെ അത്തരക്കാരെ ഒറ്റപ്പെടുത്താനുള്ള സംവിധാനങ്ങൾ ഒരുക്കണം. ഇനി എത്ര പേരുണ്ടെന്ന് അറിയില്ല. അപ്പോൾ ഓരോ ദിവസവും ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് തീവ്രവാദ ആക്രമണങ്ങൾക്ക് ശേഷം, പാകിസ്ഥാൻ്റെ തീവ്രവാദ ആക്രമണങ്ങൾക്ക് ശേഷം ദൈനംദിനം വാർത്തകളിലൊക്കെ ചാരപ്പണിയെടുത്തതുമായി ബന്ധപ്പെട്ട് പലരെയും പിടിക്കുന്നതായിട്ടാണ് കാണാനിട വന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള വാർത്തകൾ വരുമ്പോൾ, അങ്ങനെയുള്ള ആളുകളെ പിടികൂടുമ്പോൾ ഇനിയും ഒട്ടനവധി പേരുണ്ടോ എന്ന് നമ്മൾ സംശയിച്ചു പോവുകയാണ്. അത്തരം ചാരപ്പണിക്കാരെ നമ്മൾ സൂക്ഷിക്കണം. നമ്മുടെ രാജ്യത്തിനകത്ത് എങ്ങനെയാണ് ഇത്തരത്തിൽ ചാരപ്പണിക്കാരുണ്ടാകുന്നത് എന്നുള്ളത് അതീവ ഗൗരവമായിട്ട് സർക്കാർ ചിന്തിക്കേണ്ട വസ്തുതയാണ്. സർക്കാർ അതിനു വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ, ഇനിയും ഇത്തരത്തിൽ ആളുകളുണ്ടോ, ഇനി ഇത്തരത്തിൽ സൗകര്യം ചെയ്തു കൊടുക്കുന്നവരുണ്ടോ? നമ്മുടെ രാജ്യത്തെ ആക്രമിക്കാൻ കൂടെ നിന്ന് സൗകര്യം ചെയ്തു കൊടുക്കുന്ന ആളുകൾ ഈ രാജ്യത്തിനകത്തുണ്ട് എന്ന് കേൾക്കുമ്പോൾ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? നമ്മുടെ രാജ്യത്തെ ആക്രമിക്കാൻ നമ്മളെ കൂടെ നിന്ന് നമ്മുടെ രാജ്യത്തിനകത്ത് നിന്ന് സംവിധാനം ഒരുക്കി കൊടുക്കുന്ന ഒരു വർഗം ഈ രാജ്യത്തിനകത്തുണ്ട് എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? വളരെ ഗൗരവമുള്ള വിഷയമല്ലേ ഇതൊക്കെ? നമ്മുടെ രാജ്യത്തെ ഒറ്റിക്കൊടുത്ത് അതിൽ നിന്ന് കിട്ടുന്ന നാണയത്തുട്ടുകളുമായിട്ട് ജീവിക്കാൻ മുന്നോട്ട് വരുന്ന ഒരു ജനത നമ്മുടെ രാജ്യത്തിനകത്തുണ്ട്. അങ്ങനെയുള്ള വാർത്തകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നപ്പോൾ അതീവ ഗൗരവമായൊരു വിഷയമായതുകൊണ്ട് രാജ്യത്തിൻ്റെ അഖണ്ഡതയും രാജ്യത്തിൻ്റെ ഐക്യവും നമ്മുടെ സമാധാനവും നമ്മുടെ എല്ലാം ഒരു അറ്റാക്കിലൂടെ, ഒരു തീവ്രവാദ പ്രവർത്തനങ്ങളിലൂടെ നമ്മുടെ രാജ്യത്തെ താഴ്ത്തിക്കെട്ടാൻ, തകർക്കാൻ വേണ്ടി നീച പ്രവർത്തനം ചെയ്യുന്ന മറ്റിതര രാജ്യക്കാരുടെ പ്രവർത്തനങ്ങൾക്ക് വിളക്കൂറിടുന്ന ഒരു പറ്റം ആളുകൾ നമ്മുടെ നാടിനകത്തുണ്ട് എന്ന് കേൾക്കുമ്പോൾ വളരെ സങ്കടം തോന്നുന്നു. കാരണം ഈ രാജ്യത്തെ എങ്ങനെയെങ്കിലും ഒറ്റിക്കൊടുത്ത് എങ്ങനെയെങ്കിലും പണമുണ്ടാക്കി ജീവിക്കണം എന്നുള്ള കാഴ്ചപ്പാടുമായിട്ട് ഒരു പറ്റം ആളുകൾ ഇന്ത്യ രാജ്യത്തിൻ്റെ മണ്ണിൽ ഉണ്ട്. അപ്പോൾ അത്തരക്കാരെ ഒറ്റപ്പെടുത്താനും അത്തരക്കാരെ പിടിക്കാനുള്ള സംവിധാനം ഒരുക്കുവാനും സർക്കാരിനെ സഹായിക്കേണ്ടത് നമ്മുടെ അനിവാര്യതയാണ്. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളോ അത്തരത്തിലുള്ള സന്ദേശങ്ങളോ ആരെങ്കിലും കൈമാറുന്നുണ്ടെങ്കിൽ അത്തരം വിവരങ്ങളൊക്കെ നിയമ സംവിധാനത്തെ അറിയിക്കാനുള്ള കടമയും കടപ്പാടും നമുക്കുണ്ട്. രാജ്യപൗരന്മാരെന്നുള്ള നിലക്ക് നമുക്കുണ്ട് എന്ന് നാം മറക്കണ്ട. അപ്പോൾ ഇത് പതുക്കെ നമ്മുടെ രാജ്യത്തെ ഏതോ സംഘടനകൾ, ഏതോ തീവ്രവാദ ശക്തികൾ, ഏതോ രാജ്യദ്രോഹികൾ നമ്മെ ഉപദ്രവിക്കാൻ വേണ്ടി തക്കം പാർത്തിരിക്കുന്ന ഒരവസ്ഥ ഇതിനകത്തുണ്ട് എന്നുള്ളത് നാം മറക്കരുത്.
അപ്പോൾ അവരുടെ പ്രവർത്തനം, രാജ്യദ്രോഹികളായ ഒരു പറ്റം ആളുകളുടെ പ്രവർത്തനങ്ങൾ നമ്മുടെ രാജ്യത്തെ തകർക്കുവാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ്. അത്തരം പ്രവർത്തനങ്ങൾക്ക് കൂട്ടുനിൽക്കുന്നത് ആരായിരുന്നാലും ശരി, അവിടെ തക്കതായ നിയമ നടപടി സ്വീകരിച്ചുകൊണ്ട് അവരെ ശിക്ഷിക്കാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കണം. അവരെ രാജ്യത്തു നിന്ന് തന്നെ നാട് കടത്തേണ്ടതുണ്ട്. കാരണം ഈ രാജ്യത്തെ നിന്നിട്ട് പുഴുക്കുത്തു പോലെ ഈ രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുന്നവർ എന്നിരുന്നാലും ഈ രാജ്യക്കാരല്ലല്ലോ, അവർ മറ്റു രാജ്യത്തിന് വേണ്ടിയാണല്ലോ വർക്ക് ചെയ്യുന്നത്. അവരെ ഇഷ്ടമുള്ള രാജ്യത്തേക്ക് അവരെ പറഞ്ഞേക്കേണ്ടത് അനിവാര്യതയുമാണ്. അപ്പോൾ അത്തരക്കാരെയൊക്കെ കണ്ടുപിടിച്ച് അത്തരക്കാരുടെ പ്രവർത്തനങ്ങൾ താഴെത്തട്ടിലോ മറ്റു മേഖലയിലോ ഒക്കെ നടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ചൂണ്ടിക്കാണിക്കേണ്ടതുണ്ട്. അത് നമ്മുടെ കടമയും കടപ്പാടുമാണെന്നുള്ളത് കാര്യം നമ്മൾ മറക്കണ്ട. രാജ്യ പുരോഗതിക്ക് മുന്നോട്ട് പോകുമ്പോൾ രാജ്യത്തെ തകർക്കാനുള്ള തീവ്രവാദ ശക്തികളുടെ, രാജ്യദ്രോഹികളുടെ പ്രവർത്തനങ്ങളെ ഒറ്റപ്പെടുത്തേണ്ടതുണ്ട്. അപ്പോൾ മറ്റു വിവരങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളും കൂടി നമുക്ക് ചർച്ച ചെയ്യാനുണ്ട്. അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇനി വീണ്ടും കാണാം എന്ന് പറഞ്ഞുകൊണ്ട് ഇത് ഇവിടെ അവസാനിപ്പിക്കട്ടെ.